സ്റ്റാർട്ട്. ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ 1.25 മണിക്കൂറുള്ള ഒരു പത്രസമ്മേളനമാണ് CPM-ന്റെ പ്രമുഖനായ നേതാവായിരുന്ന ജി സുധാകരൻ ആലപ്പുഴയിൽ നടത്തിയത്. ആലപ്പുഴയിൽ നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് കൂടിയാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും ആദ്യം അതല്ല പറഞ്ഞത്, ലാസ്റ്റത്തെ 15 മിനിറ്റുകളിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. പക്ഷേ അതിന് മുൻപ് അദ്ദേഹം മാർക്സിയൻ ഫിലോസഫിയെക്കുറിച്ചും അതിൽ നിന്ന് ഇപ്പോൾ CPM-ന് ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കാനും വളരെ കൃത്യമായി പാർട്ടി നിലപാടുകൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാനുമാണ് അദ്ദേഹം ഏറ്റവും ആദ്യത്തെ നിരവധി സമയം ചെലവഴിച്ചത്. കൂടാതെ അതിനുശേഷം അദ്ദേഹം ഈ പാർട്ടിയുടെ ശബ്ദമാകാൻ വേണ്ടി, പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ് നിയമസഭയിലേക്ക് പോകുന്നത്, തനിക്ക് അധികാരമോഹമുള്ളത് കൊണ്ടല്ല എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് MP-യും MLA-യും ഒക്കെ ആയിരുന്നില്ലേ, മന്ത്രിയാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് AKG അവസാനം വരെ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ, അതുപോലെ ലെനിൻ റഷ്യയിൽ ഭരിച്ചിരുന്നില്ല അവസാനം വരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമുള്ള മാർക്സിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ തന്നെ വളരെ കൃത്യമായി ഉദാഹരണങ്ങളായി എടുത്തുകൊണ്ട് അവർ വീണ്ടും അധികാരമോഹമുള്ളതുകൊണ്ടല്ല അധികാരത്തിൽ തുടർന്നത്, പകരം പാർട്ടിയുടെ നയപരിപാടികൾ ഉറക്കെ പറയാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നിയമസഭയിൽ പാർട്ടിയുടെ ശബ്ദം മുഴങ്ങണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി CPM-നോട് അനുഭാവമുള്ള, അതിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് തന്നെയാണ് അദ്ദേഹം സ്വയം തന്നെ അവതരിപ്പിച്ചത് എന്നുള്ളത് ചുരുക്കം. ഇതിനുശേഷം ഈ അധികാരമോഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തൻ്റെ അനിയനെ കൊന്നുകളഞ്ഞിട്ടുള്ള പാർട്ടിക്കാരുടെയും അതുപോലെ തന്നെ ആളുകളോടൊപ്പം ചേരാൻ പോകുന്നില്ലേ എന്ന് പറയുന്നൊരു ചോദ്യം. അതായത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ കൂടിയാണ് ബാസുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു കോളേജിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ അന്ന് DSU-ൻ്റെയും അതുപോലെ തന്നെ KSU-ൻ്റെയും ഒക്കെ നേതാക്കന്മാരാണ് അതിൽ പങ്കെടുത്തത് എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്. അപ്പോൾ അവരോടൊപ്പം സ്വന്തം അനിയൻ്റെ രക്തസാക്ഷിയാക്കിയിട്ടുള്ള ആളുകളോടൊപ്പം തന്നെ ഭാവിയിൽ പോയി ചേരാൻ പോകുന്നു, അതായത് UDF-ൻ്റെ പിന്തുണയൊക്കെ സ്വീകരിച്ചാൽ അത് സംഭവിക്കും എന്നുള്ള നിലക്കുള്ള ഒരു അവതരണം പാർട്ടി നടത്തുമെന്നറിയാവുന്നതുകൊണ്ട് അത്തരത്തിൽ ഉയരാവുന്ന എല്ലാ വിമർശനങ്ങൾക്കും അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു. ഇത് നായർ പ്രമാണിമാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, DSU എന്ന് പറയുന്ന, അത് NDP-യുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ആ സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിന് മുൻകൈ എടുത്തതെന്നും പിന്നെ KSU-കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെന്നും അങ്ങനെയാണ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വന്തം അനിയനെ, 3500 പേർ പഠിക്കുന്ന കലാലയത്തിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വന്തം അനിയനെ അവർ മർദ്ദിച്ച് കൊന്നുകളഞ്ഞത് എന്നുമൊക്കെ പറഞ്ഞു. അതിനുശേഷം പക്ഷേ അദ്ദേഹം വളരെ വൈകാരികമായി ആ സംഭവത്തിൽ പാർട്ടി തന്നെ സഹായിച്ചിട്ടില്ലെന്നും പക്ഷെ അതിലൊരു പരാതി ഇല്ല എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കേസ് നടത്തുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിലെ ഒരു വലിയ ആഞ്ഞിലിമരം വിറ്റ് ആ പണം കൊണ്ടാണ് സ്വന്തം അനിയൻ്റെ കേസ് നടത്തിയെന്നും അതിൽ അപ്പീൽ പോകാൻ പോലും പണമില്ലായിരുന്നു, ഏറ്റവും ഒടുവിൽ VS അച്യുതാനന്ദനാണ് സഹായിച്ചതെന്നും അതിൽ പ്രതികളെ ശിക്ഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും പ്രതികൾക്കെതിരെ കേസ് നടത്താൻ അത് പോലീസ് ആ കേസ് യഥാർത്ഥത്തിൽ വളരെ കുളമാക്കി കളഞ്ഞുവെന്നും അതിലൊന്നും പാർട്ടി ഇടപെട്ടിട്ടില്ലെന്നും പക്ഷെ അതിലൊന്നും തനിക്ക് പരാതിയില്ലെന്നും അതുകൊണ്ട് ഭുവനേന്ദ്രനെ കുറിച്ച് ഒന്നും ഈ പാർട്ടിക്കാർ കൂടുതലായിട്ട് പറയേണ്ടതില്ല എന്ന് കൂടി പറഞ്ഞു വെച്ചു. കൂടാതെ ഭുവനേന്ദ്രൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കാൻ SFIക്കാർ ഇപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. കൂടാതെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഇത്തരത്തിലൊരു പട്ടി ചത്തിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങനെ രക്തസാക്ഷിയാകും എന്ന് പറഞ്ഞ് പാട്ട് പാടിയതിനെക്കുറിച്ച് കൂടി, ഇപ്പോഴത്തെ പാർട്ടിയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച് കൂടി, തനിക്ക് നേരിടേണ്ടി വരുന്ന അവഹേളനങ്ങളെക്കുറിച്ച് കൂടി കൃത്യമായി പറഞ്ഞു വെച്ചു. കൂടാതെ സുധാ കുരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു LC മെമ്പർ തന്നെ തനിക്കെതിരെ FB പോസ്റ്റ് ഇട്ടതിനെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം വളരെ വികാരഭരിതനായി. ഇത്തരത്തിൽ എൻ്റെ പിതാവിനെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള അവഹേളനമാണ് എനിക്ക് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അവഹേളിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ പരിഗണന കിട്ടാതിരുന്ന ആളുകളുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായി വളരെ കൃത്യമായിട്ട് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികം എടുത്ത് അദ്ദേഹം CPM-ൻ്റെ നയപരിപാടികളെക്കുറിച്ചും പാർട്ടി കോൺഗ്രസിൽ താൻ പങ്കെടുത്തതിനെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പാർട്ടി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി താൻ എല്ലാ താലൂക്കിലും എല്ലാ പഞ്ചായത്തുകളിലും പോയിട്ടുണ്ടെന്നും അവിടെ വെച്ച് MAV അടക്കമുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ കൃത്യമായിട്ടുള്ള പാരമ്പര്യത്തെയും പ്രവർത്തന പരിചയത്തെയും അദ്ദേഹം പുതുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചുരുക്കം. കൂടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, പാലങ്ങൾ പണിതതിനെക്കുറിച്ച്, താൻ മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലെ, അതായത് അമ്പലപ്പുഴയിലെ ഓരോ
സ്ഥലങ്ങളിലെയും പാലങ്ങൾ പണിതതിനെക്കുറിച്ച് വളരെ കൃത്യമായി 15 പാലങ്ങൾ 16 പാലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കണക്കുകൾ കൂടി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ വളരെ ക്ലവറായി വളരെ കൃത്യമായി നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മൾ പിണറായി വിജയനൊക്കെ നടന്നൊരു വാർത്താ സമ്മേളനം പോലെ തന്നെ വളരെ കൃത്യമായി നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നത്. അത് ദിവസങ്ങളുടെ ആലോചനയിൽ നിന്ന് വളരെ ആറ്റിക്കുറുക്കിയെടുത്ത ഒരു പത്രസമ്മേളനമാണെന്ന് പറയാതെ വയ്യ. ഏറ്റവും ഒടുവിൽ ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്, ഞാനൊരു മുന്നണിയിലും ചേരില്ല, ഒരു പ്രസ്ഥാനത്തിനോടൊപ്പവും പോകില്ല, ഞാൻ ഇന്നും പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ യഥാർത്ഥ നയങ്ങൾ പറയാൻ വേണ്ടി നിയമസഭയിൽ അവസരം കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ മത്സരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിനെതിരെ ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത്, പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയാൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ ഇത്തരം മറുപടികളിലൂടെ 2 പ്ലാനുകളാണ് യഥാർത്ഥത്തിൽ ജി സുധാകരനുള്ളത്. ഒന്ന്, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞാൽ VS-നൊക്കെ പിന്നീട് സ്ഥാനാർത്ഥിത്വം ആദ്യം നിഷേധിച്ചിട്ടും പിന്നീട് കൊടുക്കേണ്ടി വന്നതുപോലെ പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറായി തനിക്ക് തന്നെ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതകൾ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, അത് തുടർന്നാൽ എനിക്ക് പിണറായി മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി ശരിയായ നിലപാടിലേക്ക് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, തിരുത്തണം എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ അങ്ങനെ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്നുള്ളതും, ആ പ്ലാൻ ബിയുടെ ഫലമായി ഞാൻ കൃത്യമായി മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതും, ആ മത്സരരംഗത്തുണ്ടായാൽ ഒരുപക്ഷെ UDF-ന്റെ പിന്തുണ ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കൂടാതെ BJP പോലും സ്ഥാനാർത്ഥിയെ നിർത്താതെ അദ്ദേഹത്തെ പിന്തുണച്ചേക്കാനുള്ള സാധ്യതകളും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം വർഗീയതക്കെതിരെയും അഴിമതിക്കെതിരെയും ഞാൻ ആഞ്ഞടിക്കും, എൻ്റെ നിലപാടുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഇത്രയും കാലമായിട്ടും അതിനൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല, അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ആദർശനിഷ്ഠമായിട്ട് ജീവിതത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ചും ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് UDF-ന് മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെയുള്ള ഇതുപോലെയുള്ള അസംതൃപ്തരായിട്ടുള്ള ആളുകൾക്ക് UDF-നോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടോ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. അതോടൊപ്പം തന്നെ UDF-ലേക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോടും മുന്നണിയോടും ചേരുന്നു എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വളരെ കൃത്യമായി സ്വതന്ത്രനായി തന്നെ നിൽക്കും, പാർട്ടിയുടെ ശരിയായിട്ടുള്ള നിലപാടുകൾ താൻ ഉയർത്തിപ്പിടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് 2 സംഭവങ്ങളാണുള്ളത്. ഒന്ന്, VS-ന് ആദ്യം സീറ്റ് നിഷേധിച്ചിട്ട് പിന്നീട് സീറ്റ് കിട്ടിയതുപോലെ തന്നെ അദ്ദേഹം വേണമെങ്കിൽ ഒരു സീറ്റ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് വാർത്താ സമ്മേളനം സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അങ്ങനെ അല്ലെങ്കിൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിച്ചാൽ അമ്പലപ്പുഴയിൽ സലാമിനെ പരാജയപ്പെടുത്തും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ആ പരാജയപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, BJP-യുടെയും NDA-യുടെയും ഒരുപക്ഷെ ഈ UDF-ൻ്റെയും ഒരു സംയുക്ത സ്ഥാനാർത്ഥിയായി കൂടി അദ്ദേഹം വന്നേക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത്, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്ക് നേരിട്ടിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എളമരം കരീമിനെക്കുറിച്ചും കരീംക എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇടുക്കിയിലെ ഈ പറയുന്ന പോലെ ജി സുധാകരൻ പാർട്ടിയിൽ നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസക്തിയുള്ളൂ, പാർട്ടിക്ക് പുറത്തു പോയാൽ അദ്ദേഹം വെറും ഷൂ ആയി പോകും എന്ന് MM മണി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും അദ്ദേഹം തിരിച്ചടിച്ചത് ഇടുക്കിയിലെ ഷൂ ആണ് MM മണി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത് വളരെ കലാപരമായി വളരെ സർക്കാസ്റ്റിക്കായി അവതരിപ്പിക്കാനും ഒക്കെ അദ്ദേഹം കഴിഞ്ഞു. വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിന് ശേഷം എളമരം കരീം അതിനോട് വളരെ ശ്രദ്ധാപൂർവമാണ് പരിഗണിച്ചത്. കൂടാതെ സലാം കുറച്ചുകൂടി രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 15 പേര് പോലും ജി സുധാകരൻ്റെ ഒപ്പം പോകില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളെ നേരിടണം എന്നുള്ളത് പാർട്ടി തന്നെ, ജി സുധാകരൻ തന്നെ സലാമിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് സലാം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ സലാം പറയുന്നത് ഇത് ആദ്യത്തെ രംഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു നാടകത്തിലെ, ബാക്കിയുള്ള 2 രംഗങ്ങൾ കൂടി വരാനുണ്ട്. അതൊന്ന് UDF-ൻ്റെയും രണ്ടാമത്തേത് NDA-യുടെയും ആയിരിക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ആഴ്ചകൾക്ക് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വളരെ ക്ലവറായി ആലോചിച്ചുറപ്പിച്ച ഒരു രാഷ്ട്രീയ പത്രസമ്മേളനമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഒരു വാക്കുപോലും കൂടാതെ വളരെ കൃത്യമായിട്ടുള്ള മീറ്ററിൽ പിടിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനമാണ് നമ്മൾ നടത്തിയത്. സോ വരാനിരിക്കുന്നത് ഇതിനോട് പാർട്ടി കീഴടങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ കീഴടങ്ങിയില്ലെങ്കിൽ, കാരണം കീഴടങ്ങില്ല എന്നുള്ളതിൻ്റെ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ നാസർ രാഘവൻ അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാർ വന്ന് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്നത് വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ BJP-യുടെയും NDA-യുടെയും UDF-ൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി കൂടി ജി സുധാകരൻ രംഗപ്രവേശം ചെയ്യും എന്നുള്ളതാണ് വാസ്തവം.